ഫ്രണ്ട്സ് എല്ലാവർക്കും ബബ്ലൂസ് വേഡിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഓണായിട്ട്, ഇന്ന് ഓണമല്ല, ഓണത്തിന് നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ടുള്ള പായസമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മാവ അട പായസം. ഭയങ്കര ടേസ്റ്റുള്ള പായസമാണ്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പം ഞാനത് നിങ്ങളടുത്തും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റൊക്കെ? ഒരു യെല്ലോ ഇഷ്ടമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്ത് പറയാം. പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കും വേണം കേട്ടോ. പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 3 ലിറ്റർ പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ. കിസ്മിസ് വേണം, അതുപോലെ തന്നെ നമ്മുടെ കാജു വേണം, അതായത് അണ്ടിപ്പരിപ്പ് വേണം. പിന്നെ ഇതിൽ ഏലക്കായ, പഞ്ചസാര 2 സ്പൂൺ പഞ്ചസാരയും 3-4 ഏലക്കായ ഇട്ടിട്ട് പൊടിച്ച് വെച്ചതാണ്. പിന്നെ പഞ്ചസാര ആവശ്യത്തിന്, നെയ്യ് വേണം. അതുപോലെ ഇതാണ് മാവ. ഇത് ബേക്കറി കടയിൽ കിട്ടും, അത് സൂപ്പർ മാർക്കറ്റുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാവ് കിട്ടും. അപ്പോൾ അട ഞാനിവിടെ ചൂടുവെള്ളത്തിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചൂടാവാൻ വേണ്ടി വെച്ചിട്ട് ഈ മാവെന്ന് നമുക്ക് ചൂടാക്കിയിട്ട് എടുക്കണം. ഓക്കെ, ഇതുപോലെ കട്ടകളൊക്കെ ഒന്ന് പൊടിച്ച് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് പേസ്റ്റ് പോലെയാണ്. നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കണ്ട, ഇതിൽ ഈ ഉള്ളതാണ് ഇറങ്ങി വരുന്നത്. മാവ് ഇപ്പോൾ നന്നായിട്ട് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ ഞാൻ പാല് എടുത്ത് വെച്ചിട്ടുണ്ട്, കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ. പായസം നന്നായിട്ട് പായസത്തിൻ്റെ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അട ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നന്നായിട്ട് പാലിന് പച്ച മണമുണ്ട്, അത് മാറണം. എന്നിട്ടാണ് നമ്മൾ അടയൊക്കെ ചേർക്കുക. അപ്പോഴാണ് പായസത്തിൻ്റെ ഒരു രുചി വരും. അപ്പോൾ ഞാൻ അട ചേർക്കാൻ വേണ്ടി അട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടയും പാലും കൂടി ഒന്ന് വെന്തിട്ട് ഒന്ന് യോജിക്കാണ്ട്. അപ്പോൾ തിളക്കാരകളൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കണം, കാരണം കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് മാവ ചേർക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. മാവ നന്നായിട്ട് അലിഞ്ഞ് ഇതിൽ ചേർന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ആവശ്യത്തിന് മധുരം ചേർക്കാം. പാലും അടിയും മാവയും അതുപോലെ പഞ്ചസാരയൊക്കെ ചേർന്നിട്ട് നന്നായിട്ട് നമ്മുടെ അടിയിൽ പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അടിയൊക്കെ അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന, ഇപ്പോൾ ഞാൻ ഇതിൽ മിൽക്ക് മെയ്ഡ് 2 സ്പൂണ് ചേർക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതിന് ശേഷം ഞാൻ നമ്മുടെ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകും. 2 സ്പൂൺ മിൽക്ക് മെയ്ഡ്. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, എന്നാൽ 2 സ്പൂൺ മതി. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ നെയ്യിൽ വറുത്തിട്ട് ഇടാനുള്ളൂ. പാൻ വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണേ. എന്നിട്ട് ഇളക്കി കൊടുക്കാം. മുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഇത് റെഡി ആയിട്ട് ഞാനിങ്ങനെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാം. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടാണ്. നല്ല ടേസ്റ്റുള്ള മാവ പായസം. നിങ്ങൾക്ക് ഓപ്ഷനിലാണ് മിൽക്ക് മെയ്ഡ് 2 സ്പൂൺ ചേർക്കണം. അത് എനിക്കിഷ്ടം. നമ്മുടെ മാവ അടപ്പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റുള്ള പായസമാണ്. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയതിന് ശേഷമാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണത്. സൂപ്പർ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ബൈ. ഹാപ്പി ഓണം.